ഈ മഹാ ആത്മീയ ഉന്നതിയുള്ള ഏതു മതമാണ് ലോകത്തിലുള്ളത്? പ്രിയമുള്ളവരെ, ഭാരതത്തിലുള്ള ഓരോ മനുഷ്യരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ആ കന്യാസ്ത്രീമാരെ ജയിലിൽ നിന്ന് പുറത്തുവിട്ടപ്പോൾ ആ കന്യാസ്ത്രീമാരുടെ മേൽ രണ്ടാമതൊരു കുറ്റം ആരോപിച്ചത് എന്താ? നിങ്ങൾ വിദേശികളാണ്. ആരാണ് സ്വദേശികള്? ഈ പറഞ്ഞ സ്വദേശികളായ നിങ്ങളുടെ സ്വദേശം എവിടെയാണ്? 6 അടി മണ്ണും ചൂടാടുമല്ല സ്വദേശം, ഞങ്ങളുടെ സ്വദേശം. ആ മണ്ണും ചൂടലക്കാടുമാണ് ഞങ്ങളുടെ സ്വദേശം. ഈ വിദേശികൾ എന്ന് പറയാൻ ആർക്കാ ഇവിടെ അവകാശം? ഭൂമിയിൽ പറക്കപ്പെട്ട എല്ലാ മനുഷ്യർക്കും അവകാശമാണ്. ഈ ഭൂമി വസിക്കുന്നിടത്തോളം കാലം നമ്മുടെ ദേശമാണ്, നമ്മുടെ വസിക്കുന്ന നമ്മുടെ ഭാരതം നമ്മുടെ സ്വന്തമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, അപ്പോൾ ഈ കന്യാസ്ത്രീമാരെ ജയിലിൽ നിന്ന് പുറത്തുവിട്ടതിന് നന്ദി പറഞ്ഞു. ജയിലിൽ നിന്ന് അവരെ മോചിപ്പിച്ചതിന് പാമ്പ്ളാനി പിതാവ് നന്ദി പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. അതിനാരെയും പേടിക്കത്തില്ല. നല്ലത് നന്ദി പറയാൻ ഞങ്ങൾക്കാരുടെ ഔദാര്യം വേണ്ട. ഇപ്പോ കടലിനെ വെള്ളം കാണിച്ച് വരട്ടാൻ നോക്കുന്നത് പോലെയാ പാമ്പാനി പിതാവിനെതിരായിട്ട് ചിലര് ശബ്ദമുയർത്തുന്നത്. വെള്ളം കാണിച്ച് കടലിനെ വരട്ടാൻ നോക്കണ്ട. കാരണം ചില പക്ഷികൾ ഇങ്ങനെ കുലുങ്ങുമ്പോ ആ പക്ഷി വിചാരിക്കും ഞാൻ കുലുങ്ങുമ്പോ ഭൂമി കുലുങ്ങുകയാണ്. ഈ ക്രൈസ്തവനെ സംബന്ധിച്ച് അവനെ ആ ഇച്ചര ചിന്ത പഠിപ്പിക്കണ്ട. അവന്റെ ചിന്തകൾ വിശാലമാണ്. അവൻ ഉയർന്ന കാഴ്ചപ്പാടുണ്ട്. അവൻ എവിടെ പറയണം, എന്ത് പ്രവർത്തിക്കണമെന്ന് അവന് നല്ല സുബോധമുണ്ട്. കാരണം ഉന്നതനായ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചതാണ്.